അതിനുള്ളിൽ രണ്ട് വസ്തുതയുണ്ട്. ഒന്നാമത്തേത് പറയുന്നത്, ചില ആൾക്കാർ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം മാത്രം വീഡിയോസ് ഇടുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ അട്രാക്റ്റീവായിട്ട് കുറേ ആൾക്കാർ പോയി ട്രേഡ് ചെയ്യുകയും അതുവഴി വലിയ പൈസ നഷ്ടപ്പെടുത്താറുമുണ്ട്. അത് ചിലപ്പം അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം, കൂടുതൽ ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി അതേപോലെ റെഗുലറായിട്ട് വീഡിയോ ഇട്ടു പോകുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പം ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജേർണി എന്ന് പറയുന്നത്, അവർ ഒത്തിരി വർഷം മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ട്രേഡേഴ്സിനും ഒരു സൈക്കിൾ ഉണ്ട് മാർക്കറ്റിൽ. ഒരു ഇനീഷ്യൽ ഒരു വിന്നിങ് പീരീഡ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ കൂടുതൽ ക്യാപിറ്റലിൽ കൂടുതൽ പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മൾ പിന്നെ ചെറിയ ചെറിയ നഷ്ടത്തിലോട്ട് പോയി ഒരു വലിയൊരു ലൂസിങ് പീരീഡ് ഉണ്ടാവും. പിന്നെയാണ് ഒരു ട്രേഡർ ബ്രേക്ക് ഈവൺ ആകുന്നത്, പിന്നെയാണ് സക്സസ് ആകുന്നത്. പല ആൾക്കാർക്ക് അവരുടെ ഡിസിപ്ലിൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് ആ ഒരു പീരീഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 6-7 വർഷം എടുത്തു ഞാൻ ആ ഒരു ബ്രേക്ക് ഈവൻ പീരീഡിലോട്ട് വരാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി ഇൻഫർമേഷൻസും ഗൈഡ് ചെയ്യാനൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് മേ ബി 6 മാസം കൊണ്ട് എത്തുന്നവരുണ്ട്, 1 വർഷം കൊണ്ട് എത്തുന്നവരുണ്ട്, ചില ആൾക്കാർ 3-5 വർഷം എടുക്കും. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 5-6 വർഷത്തെ സ്ട്രഗിളിന് ശേഷം സക്സസ് ആയതിൻ്റെ ബലമാണ് ഈ കാണുന്ന വീഡിയോസ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ഇതിലോട്ട് വരുമ്പോൾ അതിൽ അട്രാക്റ്റീവായിട്ട് അവരെ പോലെ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത്തരം വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുക. എന്നിട്ട് വളരെ ചെറിയൊരു ക്യാപിറ്റലിൽ വളരെ ചെറിയൊരു റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കുക. അപ്പം അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ബിഗിനർക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അതിൽ അട്രാക്റ്റീവായി ഗ്രീഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ക്യാപിറ്റൽ പോകാനുള്ള സാധ്യതയുണ്ട്.